ഇന്ന് എൻ്റെ ഷോയിലുള്ളത് ഒരു വൈദികനാണ്. യെസ്, വൈദികൻ എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ എന്താ പറയുക, പല മുഖങ്ങളും ഒക്കെ ഓടുകുന്നുണ്ടാവും. പക്ഷേ ഈ അച്ഛനും അത്യാവശ്യം ഫേമസ് ആണ്. നമ്മൾ റീൽസിലൊക്കെ ഡെയിലി രാവിലെ എണീക്കുമ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് നോട്ട്സ് ചിലവരുടെയൊക്കെ സജഷനിലൊക്കെ വരും. അങ്ങനെ സജഷനിലൂടെ വന്ന് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു വൈദികനാണ് ഇന്ന് എൻ്റെ ഷോയിലുള്ളത്. ഞാൻ ഏറെ ബഹുമാനപൂർവ്വം സ്നേഹത്തോടു കൂടെ തന്നെ ദ കെന്ന ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫാദർ ജിൻസ്, നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. Thank you so much. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്ര അച്ചടക്കത്തോടെ, എന്താ പറയുക, ഭയങ്കര മര്യാദയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷനും ഭയങ്കര ലളിതമായി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല, കുറച്ചും കൂടെ ലൗഡായിരുന്നു. ബഹളം അതെന്ന് വെച്ചാൽ കുറച്ച് എനർജറ്റിക് ആവണമല്ലോ. പക്ഷെ എന്താ പറയുക, അച്ഛനെ കാണുമ്പോഴും പൊതുവേ വൈദികരൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് എന്താ പറയുക, ഒരു ബഹുമാനവും അച്ചടക്കമൊക്കെ തന്നെ അയ്യ അങ്ങനെ ഉണ്ട്. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, ദൈവാനുഗ്രഹത്തിലെല്ലാം നന്നായിട്ട് പോകുന്നു. ഓക്കെ, ഹാപ്പി ആയിട്ട് പോകണം. ഇത് ഫാദറിന്റെ ഇത് സജഷൻ, ഇങ്ങനെ പോഡ്കാസ്റ്റ്, ഒന്നാമത് ഇത് സെലിബ്രിറ്റി ഇന്റർവ്യൂസ് മാത്രം നടക്കുന്ന ഒരു ചാനലാണ്. വളരെ റെയർ ആയിട്ടാണ് വേറെ മേഖലയിൽ നിന്നുള്ള വ്യക്തികൾ വരുന്നത്. അപ്പം ഞങ്ങളോട് കുറെ ഞങ്ങളുടെ മീഡിയയിലുള്ളവർ തന്നെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഫാദറിനെ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇതിലേക്ക് വിളിക്കാം എന്ന് തോന്നിയതെന്ന് ചോദിച്ചപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിന്റെ എപ്പോഴും റീൽസിൽ ഇങ്ങനെ ഫാദറിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഫാദർ കൊടുക്കുന്ന ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരുപാട് കട്ട്സ് കാണാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന്റെ നിർബന്ധമായിരുന്നു ഫാദറിനെ എൻ്റെ ചാനലിൽ കൊണ്ടുവരണം. ഇങ്ങനെ നിങ്ങൾ തമ്മിൽ നല്ല പിണക്കത്തിലാണോ, അതൊക്കെ എന്തിനാ അത് സജസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എങ്കിലും അതൊരു വലിയ നന്മയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതൊരു നല്ല കാര്യമാവണം തീർച്ചയായിട്ടും. ഒത്തിരി പേരും അങ്ങനെ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു പേഴ്സണലി ആസ് എ ഹ്യൂമൻ ബീങ്. കുറച്ച് പേരെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അവർക്ക് ഒരാശ്വാസമോ ഇല്ലെങ്കിൽ അവർക്കൊന്ന് ഒരു 2 സ്റ്റെപ്പ് മുമ്പോട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്നുണ്ട് എൻ്റെ കുഞ്ഞു റീൽസ് കാണുമ്പോഴെങ്കിൽ അവർ കുറച്ചും കൂടി ഒരു ദൈവാനുഭവത്തിലേക്ക് കുറച്ച് ശാന്തമാകാനൊക്കെ പറ്റുന്നു, വീണ്ടെടുത്തൊന്ന് എഴുന്നേക്കാനൊക്കെ തോന്നും. ഇത് പലരും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ്. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞു പാർട്ട് ദൈവാനുഗ്രഹത്താൽ ഇവിടെ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വലിയൊരു അനുഗ്രഹം, സന്തോഷം. കെന്നയെയും ഹസ്ബൻഡിനെയും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓഡിയൻസിനെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മഹത്വവും ദൈവത്തിന്. ഈ അച്ഛനും ഇപ്പം സോഷ്യൽ മീഡിയയിൽ അച്ഛൻ്റെതായ രീതിയിലൊക്കെ ഇപ്പം കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞങ്ങളും യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ചോദിക്കുക, ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു വൈദികൻ എന്നതിലെ സമയം കണ്ടെത്തുന്നത്, വീഡിയോസ് എടുക്കാനും ഒക്കെ കാര്യങ്ങൾക്കും? നമുക്ക് എല്ലാവർക്കും ഈ 24 hours ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാനങ്ങനെ ഇങ്ങനെ ഒരു മീഡിയ ഫീൽഡിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയതല്ല. 2017 എൻ്റെ ഓർഡിനേഷൻ. ഞാൻ കോട്ടയത്തുള്ള ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിലാണ് അന്നു മുതൽ ഇപ്പോഴും നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും. ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന പേരുള്ള ഒരു സന്യാസ സഭ, ഒരു മിഷണറി സഭയിലെ അംഗമാണ്. അതിൻ്റെ ഞങ്ങളുടെ ഒരു കുഞ്ഞു മിനിസ്ട്രി മാത്രമാണ് ഈ ധ്യാനകേന്ദ്രം. അപ്പോൾ അവിടെ ഒരു 1.5 വർഷമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു ആസ് എൻ ഇവാഞ്ചലൈസേഷൻ പോലും, അങ്ങനെ ഒരു പ്രീച്ചിങ് പോലും ശരിക്കും തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ്. അതുവരെ ബേസിക്കായിട്ടൊരു വൈദികൻ ചെയ്യേണ്ട വിശുദ്ധ കുർബാന അർപ്പണം, ഡെയിലി പ്രയർ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ടൊരു ബേസ് സ്പിരിച്വാലിറ്റിയിൽ അങ്ങ് ആരംഭിച്ചാണ്. ഒത്തിരി കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പം അങ്ങനെ ചോദിച്ചാൽ ഒരു സമയം എങ്ങനെ ഇതിന് കണ്ടെത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് യുവർ പാഷൻ യു ഓൾവേസ് ഹാവ് ടൈം അല്ലേ. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് എ റൈറ്റ് വേർഡ്, പാഷൻ എന്ന് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഒരു 2018 ലാസ്റ്റ് 2019 തുടക്കം മുതൽ എനിക്കതൊരു പാഷനായിട്ട് തോന്നി. ഒത്തിരി സെറ്റ് ബാക്സ്, ഒത്തിരി ഡ്രോബാക്സ്, വീഴ്ച, കുഴികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിഷ്ടമായതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തുകയാണല്ലോ. ഇപ്പോൾ ഓഫ് കോഴ്സ് ഒരു വൈദികൻ എന്ന നിലയിൽ ഡെയിലി ബൈബിൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ ബലിയുടെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിലോ ഒക്കെ ആയിട്ട്. പിന്നെ മെയിനായിട്ടൊരു പ്രീച്ചിങ് മേഖലയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം ധ്യാനകേന്ദ്രത്തിൽ നമ്മളൊരു 100 പേരോ 200 പേരോ 300 പേരോ, ഇപ്പം നമ്മളൊരു പള്ളികളിലൊക്കെ പോയി ധ്യാനങ്ങൾ നടത്തുന്നു, കൺവെൻഷനുകൾ നടത്തുന്നു. ഒരു 5000 പേരോ 10,000 പേരോ ഒക്കെ കേൾക്കാൻ സാധ്യതയുള്ളൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ഓഡിയൻസിലേക്ക് അത് എത്താൻ പറ്റുന്നു. അപ്പോൾ അത് ആസ് എ പ്രീസ്റ്റ്, ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷം പ്രഘോഷിക്കേണ്ട ഒരാൾ എന്ന നിലയിൽ ഇതൊരു സമയം കണ്ടെത്തുകയല്ല, ദിസ് ഈസ് പാർട്ട് ഓഫ് മൈ മിഷൻ. ഈ കാലഘട്ടത്തിൽ ശരിക്കും അത് ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. അത് ഒരുപാട് പേർക്ക് ഇപ്പം വിശ്വാസം ഉള്ളവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും ഒക്കെ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയല്ല,
ദർ ഇസ് ടൈം. ടൈം ഇഷ്ടമുള്ളത് കൊണ്ടേ. ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഇപ്പത്തെ വൈദികർ ഇപ്പൊ അച്ഛന്മാരുടെ നല്ലോണം പാട്ട് പാടുന്ന അച്ഛന്മാർ ഒരുപാട് നമ്മുടെ മീഡിയയിൽ തന്നെ വരുന്നുണ്ട്. ഞാനും പാട്ട് പാടും, പക്ഷെ ആരും അത് സമ്മതിച്ചു തന്നിട്ടില്ല. അന്നൊരു പാട്ട് പാടാം. ഇല്ല, പാട്ടുപാടിയ ഡയലോഗ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ, നാട്ടുകാർക്കൊന്നും വലിയ അഭിപ്രായമില്ല എന്റെ പാട്ടിനെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് പാടും, തോറ്റു കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ച് തന്നെ പാടും. ഒത്തിരി പാട്ട് പാടുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്, ടീച്ചേഴ്സും എല്ലാം. ഇപ്പം എന്താ ഇപ്പൊ ഡാൻസ് നല്ലോണം കളിക്കുന്ന വൈദികരുണ്ട്, ഒരുപാട് റീൽസ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് നമ്മുടെ വൈദികർക്ക് ഇത്രയും കഴിവുകൾ അവരും നിങ്ങൾ ചിന്തിക്കുന്നതിനെക്കാട്ട് അപ്പുറമായിട്ട് കഴിവുകള് നമ്മളത് പുറത്തോട്ട് കാണിക്കാത്തല്ലേ. ഒത്തിരി ഒത്തിരി ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ വൈദികർ ഇപ്പം ഡാൻസ് ചെയ്ത്, ഇപ്പൊ പാട്ട് പാടി, പ്രീച്ച് ചെയ്ത്, മിഷൻ ചെയ്ത്, എല്ലാം ആത്യന്തികമായിട്ട് അവരുടെ എല്ലാം ലക്ഷ്യം ഒരു വൈദികൻ ബലിപീഠത്തിൽ ഇല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ തിരിച്ചറിഞ്ഞ ഈശോയെ പുറത്തോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പല രൂപത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അച്ഛന്മാരുടെ കയ്യിലും ഇങ്ങനത്തെ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ അവർ പുറത്തോട്ട് കാണിച്ചില്ല എന്നൊക്കെ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു വെരി ബ്യൂട്ടിഫുൾ ഒരു ഇൻഫ്ലുവൻസ് കാരണം തന്നെയാണ്. അല്ല, എനിക്കൊരു ഡൗട്ട് എന്നുള്ളത്, ഇങ്ങനെ വൈദികർ ഇപ്പം നിങ്ങളുടെ അച്ഛന്മാരുടെ കഴിവുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കണക്കാൽ ഇങ്ങനെ ഡാൻസിൽ അതിനങ്ങനെ തെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നേ, അത് ഇപ്പൊ കഴിവ് പ്രദർശിപ്പിക്കുക എന്നുള്ളതല്ല ഒരു വൈദികന്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞ പോലെ വൈദികനായത് ഒരു വലിയൊരു ചോയ്സ് എടുത്തിട്ടാണല്ലോ. ഒരു 10, 12, 13 വർഷം, ചില കോൺഗ്രിഗേഷനിൽ 15 വർഷങ്ങളൊക്കെ നമ്മളൊരു ഫോർമേഷനിലൂടെയൊക്കെ കടന്നുപോയി. നമുക്കറിയാം എന്തിനാ ഇത് വന്നേക്കുന്നത്, വൈ ഡു വി ചൂസ് ദിസ്. പ്രഥമമായ ലക്ഷ്യം ഇതാണ്, സുവിശേഷ പ്രഘോഷം, ഒരു ഈ ഭൂമിയിൽ ക്രിസ്തുവായി ജീവിക്കുക, അവരവരുടെ ഒരു ഫീൽഡിൽ അത് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡാൻസോ പാട്ടോ ഒന്നും അല്ല ലക്ഷ്യം. അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവ്, അതിപ്പോൾ ഞങ്ങൾ സെമിനാരി ചേരുന്ന ആദ്യ വർഷം മുതൽ തന്നെ നമ്മുടെ ഒരു ടാലൻറ്റ് ഹണ്ടിങ് ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ സെമിനാരി കയറിയ ആദ്യത്തെ വർഷത്തെ ആദ്യത്തെ ആഴ്ച തന്നെ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. എൻ്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പീപ്പിൾ വോണ്ട് ബിലീവ്. ഞാനത് എപ്പോഴും ഒരു ക്രെഡിറ്റ് കൂടി. ഞാനിപ്പം പള്ളിയിൽ പ്രസംഗത്തിന് കയറുമ്പോഴത്തേനും സങ്കീർത്തി എന്ന് വെച്ചാൽ പള്ളിയുടെ പുറകിലുള്ള ഒരു സ്പേസിലിരുന്ന് ഞാനൊരു വെരുക് നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. എന്നെ എത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ നുണയാന്നൊക്കെ വിചാരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്കിരിക്കാൻ. ആൾക്കാരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ ഒരു പേടിയൊന്നുമല്ല, പക്ഷെ ഒറ്റയ്ക്കിരിക്കുന്നതാണ് കുറേയും കൂടെ ഒരു സന്തോഷം എനിക്ക്. പക്ഷേ ഒരു മിനിസ്ട്രി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്, ഒരു പുരോഹിതനാണ്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരാളാണ്, ആ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണ്. അപ്പോൾ എനിക്ക് പബ്ലിക്കിൽ നിൽക്കുക എന്നുള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ മിഷൻ. ഭയങ്കര പേടിയാണ്, സ്റ്റേജ് ഫിയർ അതികഠിനമാണ്. പക്ഷേ കയറി കഴിയുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. അത് ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്. കർത്താവിന് മാത്രമേ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് വായിച്ച് നോട്ടുകളൊക്കെ തയ്യാറാക്കി. എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് പല കാര്യങ്ങളിലും. ആൾക്കാർക്ക് രാവിലെ മോട്ടിവേഷനൊക്കെയാണ്, പക്ഷേ ചില കാര്യങ്ങളിൽ ഐ എം നോട്ട് സോ കോൺഫിഡൻറ്റ്. ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകും. കാരണം അത് ഓഫ് കോഴ്സ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാരോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ്. അവരെന്തേലും വന്ന് കേട്ടിട്ട് പോകാനല്ല. അവരുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ വിലപ്പെട്ടതായതുപോലെ അതിനെക്കാട്ടും വിലയുള്ള ടൈം മാറ്റിവെച്ചാണ് 2-3 ദിവസമൊക്കെ ആൾക്കാർ ധ്യാനം കൂടാനോ പ്രീച്ചിങ്ങിനോ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഞാനത് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഞാൻ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്. അത് പ്രിപ്പയർ ചെയ്ത് പോയിട്ട് തുടങ്ങുന്നത് എനിക്കറിയാം, ഞാൻ എഴുതി വെച്ചതായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിയുമ്പം വേറൊരു ആംഗിളിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഒന്ന് അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. 2 ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് വീണ്ടും പള്ളിയിൽ പോയിരുന്നൊരു താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടി പള്ളിയിൽ പോയിരിക്കുമ്പം ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, ഇതങ്ങ് വരുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇത്രയും സമയത്ത് മെനക്കെടുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രിപ്പറേഷൻ എപ്പോഴും ആൾക്കാരോടുള്ളൊരു റെസ്പെക്റ്റാണ്. പിന്നെ ആ പ്രിപ്പറേഷൻ എന്നോട് തന്നെയുള്ള ഒരു ഇല്ല, ചുമ്മാ ഓസിക്ക് പോയി നിൽക്കണ്ട എന്നുള്ളതാണ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹമാക്കി മാറ്റും. അപ്പം ആ കഴിവുകളെ ഞാൻ പറഞ്ഞ തുടക്കം മുതലേ ഞാൻ പറഞ്ഞ സ്റ്റേജ് ഫിയറിനെ കുറിച്ച് പറഞ്ഞ മുമ്പോട്ട് പോയതാണ്. എനിക്ക് വിറയായിരുന്നു, കൈയും കാലും ഒക്കെ വിറയായിരുന്നു. അന്ന് ആദ്യത്തെ വായനയൊക്കെ കിട്ടിയപ്പോൾ ഒരു ബൈബിൾ ഭാഗം വായിക്കാനാണ് കിട്ടിയത്. പക്ഷേ ഐ വാസ് ഷിവറിങ് ലൈക്ക് എനിത്തിങ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇംഗ്ലീഷ് അക്കാഡമി, മലയാളം അക്കാഡമി, പിന്നെ അവരുടെ ഒരു ടൈപ്പ് ഓഫ് ടാലൻറ്റ് ഹണ്ടിങ് ഉണ്ട്. പാട്ട് പാടാൻ അറിയാവുന്നവരെ, ആക്ടിങ്, സ്റ്റേജ്. ആ സെമിനാരി ലൈഫിൻ്റെ ആദ്യത്തെ ടൈം മുതൽ നമ്മൾ പബ്ലിക്കിൽ നിന്ന് തുടങ്ങുകയാണ്. ഒപ്പം തന്നെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അച്ഛന്മാർ, നമ്മുടെ ഫോർമേറ്റേഴ്സ്, നിങ്ങളുടെക്കുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസോ, എഴുത്താണോ, വായനയാണോ, ഡാൻസ് ആണോ, എല്ലാം സെമിനാരിയിൽ
ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ് അവിടെ. അതെങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് മിസ്റ്റീരിയസ് തിങ്സ് എപ്പോഴും നമ്മൾക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുമല്ലോ. നിങ്ങൾ അതിന്റെ അകത്ത് കയറിയിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു ലൈഫാണ് അവിടെ. ഞാനൊന്ന് തിരിച്ചു പോകാൻ, അതായത് ഈ സമയത്തിന്റെ ഘടികാരത്തിന്റെ ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഒരു ചാൻസ് ഒക്കെ നമ്മുടെ ഒരു ടൈം ട്രാവൽ വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, സ്കൂളിൽ പോകണമെന്ന് വലിയ ആഗ്രഹമില്ല, പക്ഷെ ഐ മിസ് ദ സ്കൂൾ. സെമിനാറി ലൈഫ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്നൊക്കെ ചുമ്മാ ഒരു ഇമാജിനേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്ത് കഴിവുണ്ടോ അത് ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ഞങ്ങൾക്കത് പ്രോത്സാഹിപ്പിക്കാനാണ് വഴി തന്നേക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇവാഞ്ചലൈസേഷൻ, സുവിശേഷം പ്രഘോഷിക്കുക, ഈശോയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞു കൊടുക്കുക. ഡാൻസിന്റെ രൂപത്തിൽ ചെയ്യുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ട്, അദ്ദേഹം ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ, ഐ എം നോട്ട് ഷുവർ, ട്രസ്റ്റിംഗ് മൈ മെമ്മറി. അദ്ദേഹം അതിനകത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ക്ലാസിക്കൽ ആയിരിക്കും. അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട്. പിന്നെ മ്യൂസിക് നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ അടുത്തിടയ്ക്ക് ഒരു മിടുക്കൻ കുഞ്ഞച്ചൻ പട്ടം കെട്ടി അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയൊക്കെ ഒത്തിരി. പിന്നെ നമ്മുടെ നാട്ടിലായിരിക്കും ഒരു ചെറിയ ലിമിറ്റേഷൻ ഒക്കെ ഉള്ളതില്ലെങ്കിൽ അങ്ങനെ പുറത്തോട്ട് വരാൻ, നമുക്ക് ബേസിക്കലി അങ്ങനെ പുറത്തോട്ട് വരാൻ ഇച്ചിരി മടിയുള്ളവരാണല്ലോ നമ്മൾ മലയാളീസിന്. അവരെന്നെ വിചാരിക്കും എന്നുള്ളൊരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിപ്പോൾ മരിക്കാൻ പോയാലും നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുന്ന ഒറ്റ കാരണം ഉണ്ടാകും, ആരെങ്കിലും എന്നെ വിചാരിക്കും എന്ന് വിചാരിച്ചോ. പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി അപ്രീഷിയേറ്റഡ്. അച്ഛന്മാരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും, ഫാദർ റോബ് ഗാലിയ എന്ന് പറഞ്ഞിട്ടൊരു, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ദ സിംഗിങ് പ്രീസ്റ്റ് എന്നാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3-4 തവണ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ടൂർ ഉണ്ടായിരുന്നു. ഒരു ഹെവിലി അക്ലൈംഡ് സെലിബ്രിറ്റിയാണ്. ആൻഡ് അദ്ദേഹം ഓഫ് കോഴ്സ് സ്പിരിച്വൽ, ജസ്റ്റ് ബിബ്ലിക്കൽ ടോപ്പിക്ക് മാത്രമല്ല, സ്പിരിച്വാലിറ്റി രണ്ടു കാറ്റഗറിയിൽ വേണേൽ പെടുത്താമല്ലോ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേനും. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് ജീവിച്ച ആൾക്കാരുണ്ട്. പിന്നെ അമേരിക്കയിലുള്ളൊരു സിസ്റ്റർ മിറിയാം ഹൈറ്റ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ ടോക്കുകളൊക്കെ നമ്മൾ കേട്ടാൽ, ഷി വാസ് എ വോളിബോൾ പ്ലെയർ, ഒരു കോളേജിലെ വലിയ ആളൊക്കെ ആയിരുന്നു, എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്ന് സിസ്റ്റർ ആവുകയൊക്കെ ചെയ്തത്. ഈ ഫാദർ റോബ് ഗാലിയ ഓഫ് കോഴ്സ് മ്യൂസീഷ്യൻ. എനിക്ക് നമ്മുടെ ഈ അമേരിക്ക ഗോട്ട് ടാലന്റ് അങ്ങനത്തെ പ്രോഗ്രാമുകളുണ്ടല്ലോ, അതിനകത്ത് എനിക്കൊന്ന് ഓസ്ട്രേലിയ ഗോട്ട് ടാലന്റിന്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ലാസ്റ്റ് മൊമെന്റിൽ പുള്ളി പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പരിപാടി നടത്താം. അദ്ദേഹം ഫൈനലിൽ കയറിയിട്ട് അദ്ദേഹം പള്ളിയിൽ കുർബാനകളോട് തിരിച്ചു പോകുന്നു. സഭ എപ്പോഴും ആസ്വാറ സൈനോ എനിക്കും എൻ്റെ ലൈഫ് നോക്കുമ്പോഴത്തേനും ഇപ്പം ഇങ്ങനൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള ഒരു കാലമാണിത്. ആ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലോകത്തിലേക്ക് നമ്മുടെ സുവിശേഷം പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നു. അതിനെ എപ്പോഴും പ്രോത്സാഹനം മാത്രമേ എനിക്ക് ഞാനായിരിക്കുന്ന കോൺഗ്രിഗേഷൻ ഹെറാൾഡ്സ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേര് തന്നെ അതാണ്. ഹെറാൾഡ് ഓഫ് ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ സദ്വാർത്തയുടെ പ്രഘോഷകർ എന്നാണ്. എനിക്കെപ്പോഴും ഒരു അപ്രീസിയേഷൻ മാത്രമേ, ഓക്കെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, പക്ഷെ അത് എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ടൈപ്പായിരുന്നു. പിന്നെ സഹനങ്ങൾ, നിരുത്സാഹപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, അതിപ്പോൾ നമ്മളിപ്പോൾ ചുമ്മാ ഇരുന്നാലും കിട്ടുമല്ലോ. അപ്പം അതുണ്ടായി. പക്ഷേ എനിക്ക് 99% ഇറ്റ് വാസ്, എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. എല്ലാ അച്ഛന്മാർക്കും അതിനെ കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അല്ല, ഇപ്പം അച്ഛൻ പറഞ്ഞു, ഇപ്പം എനിക്ക് ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ അങ്ങനെ മിഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് സെമിനാറിലേക്ക് തിരിച്ചു പോകാനാണ് താല്പര്യം. പൊതുവേ ഇപ്പം ഞാനടക്കം എനിക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു സെമിനാരി ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര പാടാന്നാണ് പൊതുവേ എനിക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു അറിവാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ഷോക്ക്, ഇത്രയും ബ്യൂട്ടിഫുൾ ആണോ. സ്ട്രിക്ട്നെസ്സിനെക്കാട്ടും നല്ല ബ്യൂട്ടിഫുൾ വാക്ക് എന്നറിയോ, ഡിസിപ്ലിൻ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിസിപ്ലിൻ. അപ്പൊ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ചിലപ്പോൾ അതിന് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, പുറത്തോട്ടൊന്നും ഇറങ്ങാത്ത ഒരു അടച്ചിട്ട ഒരു സ്പിരിച്വൽ ജയിൽ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതങ്ങനെ അല്ല. ഡിസിപ്ലിൻ ഇഷ്ടപ്പെടണം. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ 5 മിനിറ്റ് മിരിമിരിത്തോണ്ടിരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അടങ്ങിയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ ഒറ്റയ്ക്കായിരിക്കണം എന്നുള്ള ഒരു ടൈപ്പാണ് ഞാൻ. ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നു. രാവിലെ 5:30, ഇട ദിവസങ്ങളിൽ രാവിലെ 5:30 മണി മുഴങ്ങും. ആ മണി മുഴങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ മരിച്ചാൽ മതി എന്ന് വിചാരിക്കും. വീട്ടിൽ നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടാണ് പഠിത്തമൊക്കെ അങ്ങനെ തീർത്തു. രാവിലെ അപ്പനൊക്കെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും. സെമിനാറിൽ എല്ലാവരും കൂടെ ഒരു ആഴ്ച ചിലപ്പോൾ ഒരു ഇച്ചിരി സ്ട്രഗിളൊക്കെ ആയിരിക്കും. എത്ര മണിക്ക് 5:30-ാണോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്? എനിക്കിപ്പോഴും അങ്ങനെയാന്ന് തോന്നുന്നു. ഇട ദിവസങ്ങളിൽ 5:30-ക്കും ഞായറാഴ്ചകളിൽ 6 മണിക്കും എന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ മൈനർ സെമിനാരി പഠിക്കുമ്പോൾ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണല്ലോ, 10-70 പേര് ഞാൻ എൻ്റെ ബാച്ചിൽ ഉണ്ടാകുന്നു സെമിനാറിൽ ചേരുമ്പോൾ. എല്ലാവരും കൃത്യസമയത്തുള്ള ഭക്ഷണമോ പ്രാർത്ഥനയോ ക്ലാസ്സുകൾ
ഗെയിംസ്, ഇറ്റ് വാസ് ഹെവൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞു വർക്കുകൾ, ജോലിയെല്ലാം ഇപ്പോൾ സെമിനാറിലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഒക്കെ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. വൈകുന്നേരത്തെ രാത്രിത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ച് എല്ലാവരും കൂടെ ഉറങ്ങാനൊക്കെ പോകുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്രയും ബ്യൂട്ടിഫുൾ ലൈഫാണ്. TV അല്ലെങ്കിൽ ഫോൺ അങ്ങനെ ഒന്നും ഫോണില്ല, ഫോണില്ല, ഫോൺ ഉപയോഗമില്ല. എനിക്ക് തോന്നുന്നു അത് വേണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ എനിക്ക് ഫോണ് ഉപയോഗിക്കാമല്ലോ, എനിക്ക് എന്ത് ഗാഡ്ജറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇപ്പം ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയ നിൽക്കുകയാണ്, പക്ഷേ ഫോണില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് തന്നെയാണ് സന്തോഷത്തോടെ ആഗ്രഹിക്കുന്നത്. ദാറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. അന്ന് ഞങ്ങളുടെ അതും നമ്മുടെ ഒരു ഫോർമേഷൻ്റെ ഭാഗമാണല്ലോ. ഇപ്പം നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഫോണൊക്കെ മാറ്റിവെക്കും, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് മാറ്റിവെക്കും. സെമിനാറിൽ ഇഷ്ടം പോലെയാണ് എൻ്റർടൈൻമെൻറ്റ്. മൊബൈൽ ഫോണിന് പകരം നമുക്ക് പുസ്തകങ്ങളുണ്ട്. അതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് വേറെ എന്തുണ്ട്? എനിക്ക് വേറെ ഒന്നും അഭിപ്രായപ്പെടാൻ പോലും ഇല്ല. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല നമുക്കൊരു നിയമം അപ്പം തന്നെ ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണ് സെമിനാരി വരുന്നതും. ഓക്കെ, ചിലർ 15 വയസ്സിലാണ് വരുന്നത്, ചിലർ 20, 30 വയസ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോലികളൊക്കെ ഉപേക്ഷിച്ച് വരുന്നവരുണ്ട്. ഏത് പ്രായത്തിൽ വരുന്നവർക്കും ഇതറിയാൻ കൃത്യമായിട്ട് നമ്മൾ ഈ ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. സെമിനാരി വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലേ, നോ, യു ആർ ഗോയിങ് ടു ബി ഡിസിപ്ലിൻഡ്. അത് അറിഞ്ഞുകൊണ്ടാണ് സെമിനാറായിട്ട് വരുന്നത്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ഇഫ് യു വാണ്ട് ടു ബി എ ഡിസൈപ്പിൾ യു ഷുഡ് ബി റെഡി ടു ഗെറ്റ് ഡിസിപ്ലിൻഡ്. അത് സെമിനാറിലായാലും എന്ത് കാര്യത്തിൽ നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡിലും നമ്മളൊരു കാര്യം ഇച്ചിരി ഡിസിപ്ലിനോടുകൂടി പഠിച്ചും പ്രാക്ടീസ് ചെയ്തും അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ആണല്ലോ നമ്മളിതെല്ലാം ഗ്രേഡ് കൂടുന്നത്. അപ്പോൾ 10, 12, 13 വർഷത്തെ ഡിസിപ്ലിൻഡ് ലൈഫ് വേണം തീർച്ചയായിട്ടും നാളെ നല്ലൊരു വൈദികനായിട്ട് തീരാനെന്ന്. നല്ലൊരു ഡിസൈപ്പിൾ അല്ലേ, അൾട്ടിമേറ്റ്ലി ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിളായി മാറുകയാണല്ലോ. അപ്പോൾ നല്ലൊരു ഡിസൈപ്പിൾ ആവണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. അപ്പോൾ ചിലതനുസരിക്കാത്തവരുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ റെക്ടർ അച്ഛൻ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആവും, ചില കുഞ്ഞു പണിഷ്മെന്റുകളൊക്കെ തരും, സ്നേഹത്തോടുള്ള പണിഷ്മെന്റ്. ഓക്കെ, പക്ഷെ പണിഷ്മെന്റ് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ സൈലൻസ് എന്നാ വിഷമമുള്ള കാര്യം അത് അല്ലേ, എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ നമ്മൾ കൂട്ടൊക്കെ കൂടി എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല കുറെ കൂട്ടം നമ്മൾ കമ്പനി ആവുമല്ലോ, നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ഏറ്റവും സന്തോഷം ക്രിക്കറ്റ് ഗ്രൗണ്ടിലും വോളിബോൾ ഗ്രൗണ്ടിലും എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ടീം അംഗങ്ങൾ, അവരായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യം ക്ലോസ് ആയത്. പിന്നെ കുറച്ചങ്ങ് വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും പുസ്തക കൂട്ടുകാരായി. പക്ഷെ എപ്പോഴും ഈ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ വർത്താനൊക്കെ പറയും. അപ്പം സ്റ്റഡി ടൈമിലൊക്കെ അബ്സൊല്യൂട്ട് സൈലൻസിൻ്റെ സമയമാണ്. രാത്രി അത്താഴം കഴിഞ്ഞിട്ട് 0 ടോക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക്, എനിക്ക് അതിൻ്റെ അർത്ഥം ഇപ്പോഴും പിടിയിട്ടില്ല. ഇറ്റ്സ് പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് വെച്ചാൽ മുട്ടുസൂചി ഇട്ടാൽ കേൾക്കണം, അത്ര ഇതാണ്. അത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നോട്ട് ഈസി. കാരണം നമ്മുടെ പ്രായം അതാണ്. 15 വയസ്സ് മുതലുള്ളതെന്ന് പറഞ്ഞാൽ അബ്സൊല്യൂട്ട് മിരിമിരിപ്പിന്റെ സമയമാണ്, പിടപ്പിന്റെ സമയമാണ്. ആ സമയത്തപ്പോൾ ചിലപ്പോൾ റെക്ടറച്ചം പൊക്കും. എനിക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളത് ചില സമയത്തൊക്കെ ഇങ്ങനെ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഒരു ചാപ്റ്ററൊക്കെ എഴുതി കൊടുക്കുക എന്നൊക്കെ ഉള്ളതായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം മലയാളം വാക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു 10 ഇംഗ്ലീഷ് വൊക്കാബുലറി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടിക്കുക, പഠിക്കുക, കാണാപ്പാടം പറയുക, ചിലപ്പോൾ എംപോസിഷൻ എഴുതേണ്ടി വരും. അങ്ങനത്തെയൊക്കെ പണിഷ്മെന്റുകൾക്ക് അതൊന്നും ഒരു പണിഷ്മെന്റ് ഇന്ന് തിരിച്ചു ചിന്തിക്കുമ്പം ഐ മിസ് ദ പണിഷ്മെന്റ്, കുറച്ചുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവായിരുന്നു എന്നൊക്കെയുള്ള ചിന്തയുള്ളൂ. അത്രേ ഉള്ളൂ പണിഷ്മെന്റ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തല്ലോ പിടിയോ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സെമിനാർ ലൈഫ് എൻ്റെ കൂടെ പഠിച്ച ആരും തല്ലുകൊണ്ടായിട്ട് എൻ്റെ അറിവിലില്ല, എനിക്കിട്ടും കിട്ടിയിട്ടില്ല. റക്ടച്ചൻ്റെ മുറി വടി കണ്ടിട്ടുണ്ട്, പക്ഷെ അടി കിട്ടിയിട്ടില്ല. അദ്ദേഹം ഉപയോഗിക്കാൻ ഒരു അവസരം ഞങ്ങൾ കൊടുത്തിട്ടില്ല.